Good afternoon, all. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. നമുക്ക് കഴിഞ്ഞ ദിവസം ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ആയില്ലേ? ഹലോ ആയി. ഓക്കെ. ഇപ്പൊ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരാന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? Okay, classification of hospital. Question number 1. പറഞ്ഞു തുടങ്ങിക്കോട്ടെ. ബുക്കൊക്കെ എടുത്തോ എല്ലാവരും? ഓക്കെ, എഴുതിക്കോ. What type system? What type system of medicines? What type system of medicine is commonly What type system of medicine is commonly used in the modern world? Is commonly used in the modern world. ഏതാണ്? What type system of medicine is commonly used in the modern world? ഏതാണ് മോഡേൺ വേൾഡില്? ഏത് ടൈപ്പ് മെഡിസിൻസ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഇതാണ് ആൻസർ ഒന്നും പറയാത്തത്. ക്വസ്റ്റ്യൻ എഴുതുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ ആൻസറും പറഞ്ഞു പോവാം. അലോപ്പതി. ഓക്കെ, അലോപ്പതി ഇംഗ്ലീഷ് മരുന്നുകളാണല്ലേ കോമൺ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്തു പോകുന്നത്. Next question, second question. AIIMS stands for AIIMS stands for AIIMS stands for എന്താണ്? AIIMS എന്താണ്? ആരൊന്നും പറയാത്തെ? ചോറിക്കൊക്കെ കഴിഞ്ഞ് റെസ്റ്റിലാണ് എല്ലാവരും. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓൾ ഇന്ത്യ AIIMS, All India Institute of Medical Science. Okay. Next, third question. The name
the name given to the treatment, the name given to the treatment, the name given to the treatment where cancer patient is given, where cancer patient is given. The name given to the treatment, the name given to the treatment where cancer patient is given. Cancer patientന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ പേരെന്താണ്? എന്താണ്? ക്രോണിക് അല്ല, ക്രോണിക് ഡിസീസ് ആണ്. ക്യാൻസറിന് പറയുന്നത് ക്രോണിക് ഡിസീസ് എന്നാണ്. എന്താണ്? 3 മാസത്തില് കൂടുതൽ കണ്ടുവരുന്ന അസുഖമായതുകൊണ്ട് ക്രോണിക് ഡിസീസിൽ ഉൾപ്പെടുന്നതാണ് ക്യാൻസർ. പക്ഷെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്ന പേരെന്താണ്? ഓങ്കോളജി. ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കുന്ന എല്ലാ ജസ്റ്റ് റേഡിയേഷൻ മാത്രമല്ല, റേഡിയേഷൻ അതല്ല, റേഡിയേഷന് കീമോ മെഡിസിൻസ് എല്ലാം ആ ശൃംഖല മരുന്നുകളെല്ലാം ആ ഇപ്പൊ ഗൈനക്ക് എന്ന് പറയില്ലേ, അതായത് പ്രഗ്നന്റ് ലേഡീസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അതേപോലെ ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളെല്ലാം കൂടി ഉൾപ്പെടുന്നത് എന്താണ്? ഓങ്കോളജി. ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ ആ ഇതിലെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ചികിത്സാ രീതിയെ പറയുന്നതാണ് എന്ത്? ഓങ്കോളജി. സ്പെഷ്യാലിറ്റി കെയർ ഇല്ലേ, ഓരോ സ്പെഷ്യലൈസേഷൻ, അതേപോലെ ക്യാൻസർ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ട്രീറ്റ്മെന്റിനെ പറയുന്നതാണ് ഓങ്കോളജി. നെക്സ്റ്റ്, ദ മെഡിക്കൽ കോളേജ്. Next, fourth question. The medical college hospitals. The medical college hospitals are dash care level hospital. The medical college hospitals are dash care level hospital. Okay. Tertiary care. Next, fifth question. CHC stands for എന്താണ്? CHC Community Health Centers. Okay. Next, sixth question. Hospitals. Sixth question. Hospitals can be classified on the basis of ownership. Hospitals can be classified on the basis of ownership. എത്ര തരം തിരിച്ചിട്ടുണ്ട് ഓണർഷിപ്പിന്റെ ബേസിസിൽ? 2. ഏതൊക്കെയാണ്? പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. ഓക്കെ. നെക്സ്റ്റ്, PSU stands for 7th question. PSU stands for
PSU stands for PSU stands for എന്താണ്? PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അല്ലേ? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഓക്കെ. 8th question. 8th question. A hospital can offer one or more specialty cares. A hospital can offer one or more specialty cares, namely dash or dash hospital. എന്താണ്? വൺ ഓർ മോർ എന്നല്ല, ഒരു ട്രീറ്റ്മെന്റ് കിട്ടും, അതിൽ ചിലതില് മോർ സ്പെഷ്യാലിറ്റി കെയർസ് ഉണ്ട്. ഒരു ട്രീറ്റ്മെന്റ് മാത്രം, ഒരു സ്പെഷ്യാലിറ്റി കെയർ മാത്രം കിട്ടുന്നുള്ളെങ്കിൽ ആ ഹോസ്പിറ്റൽ എന്താണ്? സിംഗിൾ സ്പെഷ്യാലിറ്റി അല്ലേ? ഒരെണ്ണം മാത്രമുള്ളെങ്കിൽ സിംഗിൾ, ഓർ മോർ സ്പെഷ്യാലിറ്റി എന്താണ്? സിംഗിൾ സ്പെഷ്യാലിറ്റി ഓർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഓക്കെ. A hospital can offer one or more specialty cares, namely dash or dash hospital, single or multi speciality hospitals. Next, 9th question. Most of the small and mid-sized private hospitals, private hospitals are generally offer dash care. Most of the small and mid-sized, okay, secondary care. Most of the small and mid-sized private hospitals are generally offer dash care. എന്താണ്? Secondary cares. Tenth question. A palliative care hospital is an example of which type of hospital? Is an example of which type of hospital? Okay. Long stay hospital. Long stay hospital. Okay. Fourth question. The medical college hospitals are dash care level hospital.
dash care level hospital. Tertiary. Ninth question, most of the small and mid, ninth question ആണ്. Most of the small and mid-sized private hospitals are generally offer dash care. Are generally offer dash care. Sixth question, hospitals can be classified on the basis of ownership. Hospitals can be classified on the basis of ownership. എത്രയായിട്ട് തരംതിരിക്കുന്നുണ്ട്? First question. Okay, 2. What type system of medicines? First question, what type system of medicine? What type system of medicine is commonly used in the modern world? Is commonly used in modern world. Okay, allopathy. Okay. The name given to the treatment where cancer patient is given. The name given to the treatment where cancer patient is given. Okay, oncology. Okay. നമുക്കിനി ഹോസ്പിറ്റൽ വാർഡ് എടുക്കാം. നെക്സ്റ്റ് അതാണ്. ഇപ്പൊ എങ്ങനെയാണ് ഹോസ്പിറ്റൽ വാർഡ്? നിങ്ങൾക്ക് എടുത്തിട്ടില്ലേ? ഫസ്റ്റ് കുറച്ച് സെക്ഷനിലെ ഏത് വരെ എടുത്തിട്ടുണ്ട്? ഏതുവരെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വാർഡ്? അത് ആദ്യം മുതൽ പറയണോ? നിങ്ങൾ ഹോസ്പിറ്റൽ വാർഡ് ഡെഫിനിഷൻ മുതൽ ടീച്ചർ ക്ലാസ് എടുത്ത് തുടങ്ങണോ, അതോ മെയിൻ കമ്പോണൻസ് കഴിഞ്ഞിട്ടുള്ള പോർഷൻ എടുത്താൽ മതിയോ? ഫസ്റ്റ് മുതൽ എടുക്കണം. ഓക്കെ 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 എന്നാ നമുക്ക് നോക്കാം ഫസ്റ്റ് മുതൽ. ഓക്കെ നോക്കിക്കോട്ടാ. ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്. ഹോസ്പിറ്റൽ വാർഡ് എന്താണെന്ന് ഡെഫിനിഷൻ നോക്കാം. A ward is a room in the a ward is a room in a hospital where beds are arranged for many pupils. എന്താണ് a ward is a room? വാർഡ് എന്ന് പറയുന്നത് ഒരു റൂമാണ്. In a hospital, ഹോസ്പിറ്റലിലെ ഒരു റൂമാണ് വാർഡ്. Where beds are arranged for many people. എന്താണ് അവിടെ ബെഡുകള് ഒരുപാട് പേർക്ക് അല്ലെ, കുറെ പീപ്പിൾസിന്, കുറെ പേഷ്യൻസിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓഫൺ പീപ്പിൾ ഹു നീഡ് സിമിലർ ട്രീറ്റ്മെന്റ്. എന്താണ് ഒരേപോലെയുള്ള അസുഖങ്ങൾക്ക് ഓരോ ട്രീറ്റ്മെന്റുകള് വേണ്ട പേഷ്യൻസിന്, ഒരുപാട് പേഷ്യൻസിനെ ഒരുമിച്ച് ഒരു റൂമില് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് വാർഡ്. Stay can be long term or short term depending upon the severity of condition. എന്താണ് ഹോസ്പിറ്റലില് 2 ദിവസം, ഹോസ്പിറ്റൽ വാർഡിൽ 2 ദിവസമാണോ 3 ദിവസമാണോ, അതല്ല ഒരാഴ്ച കിടക്കണോ എന്നത് തീരുമാനിക്കുന്നത് എന്താണ് ആ രോഗിയുടെ ഇൽനെസിന്റെ സെവേറിറ്റി ഓഫ് കണ്ടീഷൻ. എന്താണ് അസുഖത്തിന്റെ കണ്ടീഷനെ ബേസ് ചെയ്താണ്. എന്താണ് ഒരുപാട് ഭയങ്കര വലിയ അസുഖങ്ങളുള്ളവർ എന്ത് ചെയ്യും, കുറെ ദിവസം കിടക്കും അല്ലെ. ചെറിയ ട്രീറ്റ്മെന്റുകൾ മതിയെന്നുണ്ടെങ്കിൽ അവർ 1-2 ദിവസം കിടക്കി, അല്ലെങ്കിൽ 3 ദിവസത്തെ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്താൽ മതി. എന്ത് ചെയ്യും, അവരെ 3 ദിവസം അഡ്മിറ്റ് ആക്കിയതിനു ശേഷം എന്ത് ചെയ്യും, അവരെ ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ ആലോചിച്ചാൽ അറിയാലേ ഒരുപാട്
ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഒരു വാർഡിൽ ഒരു ബെഡ് ആണോ ഉള്ളത്? അല്ലല്ലോ, ഒരുപാട് ബെഡ്സ് ഉണ്ടാവും അല്ലയോ, 10 അല്ലെ 10-15 ബെഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് പേഷ്യൻസിന് ഒരേ പോലെയുള്ള ട്രീറ്റ്മെന്റ് ലഭിക്കേണ്ട ഒരുപാട് പേഷ്യൻസിന് ഒരുമിച്ച് ഒരു റൂമില് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഹോസ്പിറ്റലിലെ വാർഡ്. സ്റ്റേ ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം. എന്താണ്, കുറച്ച് ദിവസമാണോ അതോ ഒരുപാട് ദിവസമാണോ കിടക്കേണ്ടത് എന്നത് എന്താണ്, ആ രോഗിയുടെ അസുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ക്ലിയർ ആയോ ഡെഫിനിഷൻ? എ വാർഡ് ഇസ് എ റൂം. എ വാർഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു റൂമാണ്. വെയർ ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾസ്. എന്താണ്, അവിടെ ബെഡുകൾ എന്താണ് ഒരുപാട് പേഷ്യൻസിനെ അറേഞ്ച് ചെയ്ത് ഒരുക്കിയിട്ടുണ്ടാവും. ഓഫൺ പീപ്പിൾ ഹു നീഡ് സിമിലർ ട്രീറ്റ്മെന്റ്. എന്താണ്, അവർക്ക് ചിലപ്പോൾ ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റുകളാണ് ആവശ്യം. ഇപ്പൊ നമുക്കറിയാലോ ഹോസ്പിറ്റലിൽ എന്താണ് ജനറൽ വാർഡ് ഉണ്ടാവില്ലേ, അവിടെ എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്, ജനറൽ ആയിട്ടുള്ള പനി, ജലദോഷം, ചുമ, അല്ല എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ പറ്റിയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ള രോഗികളെ ആയിരിക്കും ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. പിന്നെ എന്താണ്, ഓങ്കോളജി വാർഡ് ഉണ്ടാവും. അവിടെ എന്തായിരിക്കും, ക്യാൻസർ പേഷ്യന്റിനെ ആയിരിക്കും അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. ക്യാൻസർ പേഷ്യന്റിനുള്ള വാർഡാണ് ഓങ്കോളജി വാർഡ്. പിന്നെ അതേപോലെ ഗൈനക് വാർഡ് ഉണ്ടാവും അല്ലെ, അവിടെ ആരെയായിരിക്കും, ഈ പ്രഗ്നന്റ് ലേഡീസിനെ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ വുമൺസിനെ, അതല്ലെങ്കിൽ ഡെലിവറിയുടെ പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും ഛർദിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് വരുന്ന രോഗികളെയാണ് ഗൈനക് വാർഡിൽ അഡ്മിറ്റ് ആക്കുന്നത്. ക്ലിയർ ആയോ? ഒരേപോലെയുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകളാണ് ആ വാർഡിൽ കൊടുക്കുന്നത്. സ്റ്റേ ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെവറിറ്റി ഓഫ് കണ്ടീഷൻ. അവിടെ എത്ര ദിവസമാണ് കിടക്കേണ്ടത് എന്നത് ആ രോഗിയുടെ അസുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ക്ലിയർ ആയത്? ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ്, പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. ഒരു ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസ്, ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താണ്, ആ രോഗിയുടെ രോഗം നിർണയിക്കുക, ആ രോഗിക്ക് എന്ത് അസുഖമാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുക, അതിനുള്ള ട്രീറ്റ്മെന്റ് ചികിത്സ കൊടുക്കുകയും ചെയ്യുക. പ്രൊമോട്ടിംഗ് ഹെൽത്ത്. എന്താണ്, ഒരു രോഗിയുടെ എന്തെങ്കിലും അസുഖമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ആയിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരുന്ന പേഷ്യന്റിന് അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്തതിന് ശേഷം അവരുടെ ഹെൽത്ത് എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യിക്കുക. പ്രൊമോട്ടിംഗ് ഹെൽത്ത്. നെക്സ്റ്റ്, ടീച്ചിങ്. പിന്നെന്താണ്, റിസർച്ച്, ഗവേഷണവും ടീച്ചിങ്ങും. നെക്സ്റ്റ്, റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്. എന്താണ്, ഈ ഹോസ്പിറ്റൽ വാർഡിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിന് എന്താണ്, ഒരു പ്രൊഫഷണൽ നേഴ്സിന്റെ കെയറും അവരെ കെയർസ് പിന്നെന്താണ്, മെഡിക്കൽ കെയർ, ഡോക്ടറുടെ ഒരു കെയർ, അവരെ അഡ്വൈസ് ലഭിക്കുക. അതൊക്കെയാണ് റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്. എന്താണ്, വൈദ്യപരിചരണവും രോഗികൾക്ക് പ്രൊഫഷണൽ നഴ്സിന്റെ ഒരു കെയർസും ലഭിക്കുക. എന്താണ്, അവർ കറക്റ്റ് ടൈമിൽ വന്ന് കണ്ടിട്ട് എന്ത് ചെയ്യും, ഒരു പേഷ്യന്റിന്റെ വാർഡിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഓരോ ടൈമിങ്ങിൽ വന്ന് അവരെ പൾസ് നോക്കും, BP നോക്കും, പിന്നെന്താണ് അവരെ ടെമ്പറേച്ചർ നോക്കും അല്ലേ. അതേ എല്ലാ ഓരോ ടൈമിങ്ങിൽ വന്ന് ഓരോരോ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അവർ നോട്ട് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ എന്ത് ചെയ്യും, ഈ രോഗികൾക്ക് കൊടുക്കും. അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ നഴ്സിംഗും ഒരു മെഡിക്കൽ കെയറും ലഭിക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ്, പ്രൊവൈഡ് necessary equipments, essential drugs and all other stores requirements for patient care in an organized manner. എന്താണ്, ഈ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിന് എസെൻഷ്യൽ ഡ്രഗ്സ്, അവർക്ക് ആവശ്യമായ മരുന്നുകള്, ഡ്രഗ്സ് കൊടുക്കുക. നെസസറി എക്യുപ്മെന്റ്സ്. എന്താണ്, നെസസറി എക്യുപ്മെന്റ്സ് കൊടുക്കുക. അതെന്തൊക്കെയായിരിക്കും, എന്തെങ്കിലും ലാബിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ്ങുകളോ അതല്ലെങ്കിൽ ഇവരെന്തെങ്കിലും കാര്യങ്ങൾ എക്സാമിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള എക്യുപ്മെന്റും സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. Provide necessary equipment, essential drugs and all other stores requirement. ഹോസ്പിറ്റലിൽ ഉള്ള
എല്ലാ ഇതിന്റെ ലഭ്യത അവർക്ക് ഉറപ്പുവരുത്തുക. മെഡിസിൻസിന്റെ എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്യേണ്ടതിന്റെ അതിന്റെ എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ ഒക്കെ എല്ലാത്തിന്റെയും ലഭ്യത ഇവർക്ക് കൊടുക്കുക. ക്ലിയർ ആയോ? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗനിർണയം ചെയ്യുക, അവർക്ക് വന്ന അസുഖം കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും കൊടുക്കുക, ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിക്കുക, ടീച്ചിങ്, റിസർച്ച്, റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്, എന്താണ് രോഗികൾക്ക് വൈദ്യപരിചരണവും മെഡിക്കൽ നഴ്സിംഗും മെഡിക്കൽ നഴ്സുമാര് കെയർസും കൊടുക്കുക, പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്, എസെൻഷ്യൽ ഡ്രഗ്സ് ആൻഡ് ഓൾ അതർ stores requires for patient care in an organized. വേറെ എന്താണ് പേഷ്യൻസിന് അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിന് ഡ്രഗ്സ്, മരുന്നുകള്, എന്തെങ്കിലും എക്യുപ്മെന്റ്സ്, എന്തെങ്കിലും ടെസ്റ്റുകളോ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന്റെ റിക്വയർമെന്റ്സും എക്യുപ്മെന്റ്സിന്റെ ലഭ്യതയും കൂടി ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡ് സ്പേസ്. എന്തൊക്കെ കാര്യങ്ങളാണ് വാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വാർഡിന്റെ സ്പേസിൽ, ആ വാർഡിന്റെ സ്ഥലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മളൊരു വീട് പണിയെടുക്കില്ല, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും? ഡൈനിങ് റൂം ഉണ്ടാവും, കിച്ചൺ ഉണ്ടാവും, അല്ലെ ഉണ്ടാവോ? ഹാൾ ഉണ്ടാവും. അതേപോലെ ഒരു ഹോസ്പിറ്റലിന്റെ വാർഡ് സ്പേസിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? പേഷ്യന്റ് സ്പേസ് എന്താണ്? പേഷ്യന്റിന് വേണ്ടിയിട്ട് അവരെ കിടത്താനും അവർക്ക് ജസ്റ്റ് റിലാക്സേഷൻ, അവർക്ക് വെറുതെ എവിടെയെങ്കിലും റിലാക്സ് ചെയ്യാനൊക്കെ വേണ്ടി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പേഷ്യന്റ് സ്പേസ്. നഴ്സിംഗ് സ്പേസ്, ഇപ്പൊ വാർഡിൽ തന്നെ കണ്ടിട്ടില്ലേ, നഴ്സ് ഒരു ചെറിയൊരു പ്രത്യേക സെക്ഷനില് നഴ്സുമാരെ ചെയറും ടേബിളൊക്കെ ഇട്ടുങ്ങാണ്ട് അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളും ഈ രോഗികളുടെ ഫയൽസ് ഒക്കെ വെച്ച് കാണിട്ട് അവർക്ക് വേണ്ടി ഒരു സ്പേസ്. കോറിഡോർസ്, എന്താണ് വരാന്തകൾ. ഇതൊക്കെയാണ് വാർഡിലുള്ളത്. എന്താണ്? പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ് ആൻഡ് കോറിഡോർസ്. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് വാർഡ്സ്. എത്ര ടൈപ്പ് വാർഡുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ? 2 ടൈപ്പ് വാർഡ് ആയിരിക്കും ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ്? ജനറൽ വാർഡ്സും സ്പെഷ്യലൈസ്ഡ് വാർഡ്സും. എന്തൊക്കെ വാർഡുകളുണ്ട്? 2 ടൈപ്സ് വാർഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ജനറൽ വാർഡ് ആൻഡ് സെക്കൻഡ് വൺ സ്പെഷ്യലൈസ്ഡ് വാർഡ്. എന്താണ് ജനറൽ വാർഡ് എന്ന് പറഞ്ഞാൽ? ജനറൽ ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. സ്പെഷ്യലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഓരോ സ്പെഷ്യൽ ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ഓരോ വാർഡുകളാക്കി തിരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഓങ്കോളജി വാർഡ്, ഗൈനക് വാർഡ്, പീഡിയാട്രിക് വാർഡ്, അങ്ങനെയുള്ള ഓർത്തോ വാർഡ്, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഓരോ സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ? കേട്ടിട്ടുണ്ടോ? യെസ്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലേ? ആ സ്പെഷ്യൽ ട്രീറ്റ്മെന്റിന് മാത്രമുള്ള രോഗികളായിരിക്കും ആ വാർഡിലുള്ളത്. ഇപ്പൊ ഓങ്കോളജി വാർഡിലാണെങ്കിൽ അങ്ങോട്ട് പോകുന്നത് ആരായിരിക്കും? ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഡോക്ടർ ആയിരിക്കും ഓങ്കോളജി വാർഡിൽ വിസിറ്റ് ചെയ്യുന്നത്. അതേപോലെ ഗൈനക് വാർഡിലാണെങ്കിൽ ആരായിരിക്കും? ഗൈനക് ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ? അതേപോലെ സ്പെഷ്യലൈസ്ഡ് വാർഡ്. ഇനി സ്പെഷ്യലൈസ്ഡ് വാർഡിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗൈനക്കോളജി ആൻഡ് മെറ്റേണിറ്റി വാർഡ്. എന്താണ് ഗൈനക്കോളജി വാർഡ് അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡ്? തന്നെ പറഞ്ഞില്ലേ, ഈ പ്രഗ്നന്റ് ലേഡീസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, കെയറുകൾ കിട്ടാനായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്താണ് ചില പേഷ്യൻസിന് എന്തായിരിക്കും, ചില ഗർഭിണികൾക്ക് എന്തായിരിക്കും, പ്രഗ്നന്റ് ലേഡിക്ക് ഭയങ്കര വൊമിറ്റിങ്, തലയിറക്കം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അവർ 1 ദിവസമോ 2 ദിവസമോ ഒക്കെ കിടത്തി ട്രിപ്പ് ഇടേണ്ടൊക്കെ വരും. അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള പേഷ്യൻസ്, പ്രഗ്നന്റ് ലേഡീസിന്, അതല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് അല്ലെ, ഡെലിവറി കഴിഞ്ഞിട്ട് 1-2 ദിവസമൊക്കെ അവർ അഡ്മിറ്റ് ചെയ്യും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ കിടത്തിയിരിക്കുന്നതാണ് ഗൈനക്കോളജി ആൻഡ് മെറ്റേണിറ്റി വാർഡ്. നെക്സ്റ്റ് ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാല് ക്യാൻസർ പേഷ്യന്റ് അല്ലെ, ക്യാൻസർ വന്നിരിക്കുന്ന പേഷ്യൻസിനുള്ള ട്രീറ്റ്മെന്റുകളും സർജറീസും മെഡിസിൻ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓങ്കോളജി വാർഡ്. നെഫ്രോളജി ഓർ ഡയാലിസിസ്. എന്താണ് വൃക്കസംബന്ധമായ അസുഖങ്ങൾക്കുള്ള അല്ലെ, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നൽകിയിരിക്കുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ വൃക്കയ്ക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പേഷ്യൻസിനൊക്കെ താമസിച്ചിരിക്കുന്ന വാർഡ്, അതാണ് നെഫ്രോളജി വാർഡ്. കാർഡിയോളജി ഓർ CTVS. കാർഡിയോളജി വാർഡ് എന്ന് പറഞ്ഞാല്
ഹാർട്ട് പേഷ്യന്റ് അല്ലെ, ഹാർട്ട് സംബന്ധമായ അസുഖങ്ങള്, വല്ല ബ്ലോക്കുകള്, സർജറീസോ അതല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റിൽ ഇപ്പൊ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിന് ഇപ്പൊ CTVS എന്ന് പറഞ്ഞാല് കാർഡിയോ തൊറാസിസ്, എഴുതിയെടുത്തോട്ടാ. CTVS കാർഡിയോ തൊറാസിസ് വാസ്കുലർ സർജറി. കാർഡിയോ തൊറാസിസ് വാസ്കുലർ സർജറി എന്ന് വെച്ചാല് ഈ സർജറി, ഹാർട്ടിന്റെ സർജറീസ് ചെയ്യൂലേ ഇപ്പൊ ഒരുപാട്, രണ്ടിൽ കൂടുതൽ ബ്ലോക്കുകൾ, നല്ല മേജർ ബ്ലോക്കുകളൊക്കെ ആണെങ്കിൽ അവർ എന്ത് ചെയ്യും, ഹാർട്ട് അല്ലെ, ഹാർട്ട് സർജറി ഓപ്പൺ സർജറി ആയിരിക്കും ചെയ്യുന്നത്, ബൈപ്പാസ് സർജറി ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ള സർജറീസ്, പിന്നെ ലങ്സിനുള്ള സർജറീസ്, ശ്വാസകോശത്തിന് വാൽവ് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ, അതൊക്കെ ഈ CTVS-ലാണ് ഉൾപ്പെടുന്നത്. കാർഡിയോ ആൻഡ് വാസ്കുലർ സർജറിയിലാണ് ഉൾപ്പെടുന്നത്. ഓപ്പൺ സർജറി, ബൈപ്പാസ് സർജറി, വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അങ്ങനെയുള്ള സർജറീസ് ഒക്കെ പെടുന്നതാണ് CTVS. ഇങ്ങനെയുള്ള ഇത് കഴിഞ്ഞ പേഷ്യന്റിനെയൊക്കെ കടത്തുന്ന വാർഡ് കാർഡിയോളജി ആൻഡ് CTVS വാർഡ്. കാർഡിയോ തൊറാസിസ് വാസ്കുലർ സർജറി. നെക്സ്റ്റ് ന്യൂറോളജി. ന്യൂറോളജി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ന്യൂറോളജി ഒക്കെ അല്ലെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിന്. ന്യൂറോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് സംബന്ധമായ അസുഖമാണ്, നെർവ് സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക്. ഇപ്പൊ ചിലപ്പോ എന്താണ്, ഈ കൈ വേദന അങ്ങനെയുള്ളവർക്ക് എന്താ വെച്ചാൽ നെർവിലേക്ക് കൂടി ബ്ലഡ് പാസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നെർവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവര്, നെർവ് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവര് അഡ്മിറ്റ്, അവർക്ക് എന്തെങ്കിലും സർജറീസോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന വാർഡാണ് ന്യൂറോളജി. നെക്സ്റ്റ് ഒഫ്താൽമോളജി എന്ന് പറഞ്ഞാല് കണ്ണ്, നേത്രവിഭാഗം അല്ലെ. ഓക്കെ, നേത്രവിഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖമുള്ളവർ, ഇപ്പൊ തിമിര ശസ്ത്രക്രിയ ചെയ്യുന്ന പേഷ്യൻസ്, അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന വാർഡാണ് ഒഫ്താൽമോളജി വാർഡ്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? നെഫ്രോളജി എന്ന് പറഞ്ഞാല് വൃക്ക സംബന്ധമായ, ഇപ്പൊ ഡയാലിസിസ് ഒക്കെ ചെയ്യില്ലേ, അങ്ങനെയുള്ള പേഷ്യൻസിനെ, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കഴിയുന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പറയാതെ മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. വാർഡിലെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെ കാര്യങ്ങളാണ്? ക്ലിനിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയായിരിക്കും ഉൾപ്പെടുന്നത്? നഴ്സ്, ഡോക്ടർ അല്ലെ, അവരൊക്കെ ആയിരിക്കും. പേഷ്യന്റ് അവരൊക്കെ ആയിരിക്കും. ക്ലിനിക്കൽ ഏരിയയിൽ ആരൊക്കെയാണ് പെടുന്നത്? പേഷ്യന്റ്, രോഗികൾ പെടും. നഴ്സിംഗ് ഏരിയ പെടും അല്ലെ, നഴ്സിന്റെ ഏരിയാസ് അവര് വർക്ക് ചെയ്യുന്ന അവര് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ നഴ്സിംഗ് കൗണ്ടർ, നഴ്സിംഗ് ഏരിയയും നഴ്സിംഗ് കൗണ്ടറും നിങ്ങൾക്കറിയോ? അത് നമ്മ ഒരു വാർഡിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കൗണ്ടർ പോലെ ഉണ്ടാവും അല്ലെ, അവർക്ക് നമുക്ക് എന്തെങ്കിലും എൻക്വയറീസോ വാർഡിൽ എന്തെങ്കിലും എൻക്വയറീസോ ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്തായിരിക്കും, ഒരു നഴ്സിംഗ് കൗണ്ടർ ഉണ്ടായിരിക്കും. കണ്ടിട്ടുണ്ട് അത്? അവിടെ 1-2 നഴ്സുമാരൊക്കെ ഇരുന്നങ്ങാണ്ട് അവരുടെ ഫയൽസും, ഡോക്ടർമാര് നമ്മുടെ ഈ വാർഡിലേക്ക് വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ചെന്നങ്ങാണ്ട് നമ്മുടെ വാർഡിൽ കിടക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് അവർ ആ ഫയലും കൊണ്ടുവന്ന് നമ്മളുടെ ടെസ്റ്റ് നോക്കുന്നത്. നഴ്സിംഗ് കൗണ്ടർ. പിന്നെ ഓക്സിലറി ഏരിയ. എന്താണ് ഓക്സിലറി ഏരിയ? ഹെൽപ്പിംഗ് ഏരിയാസ് എന്തൊക്കെയാണ്? നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം, എക്സെട്ര. എന്താണ് നഴ്സിന്റെ റൂം, ഡോക്ടേഴ്സിന്റെ റൂം, നഴ്സിന്റെ ഫയൽസ്, അവരുടെ ബെഡുകൾ, അവര് ഇതൊക്കെ സൂക്ഷിക്കുന്ന ഏരിയ ഡോക്ടേഴ്സിന്റെ റൂം. പിന്നെ ആൻസിലറി ഏരിയ എന്ന് പറഞ്ഞാല് അനുബന്ധ ഏരിയാസ് ഏതൊക്കെയാണ്? പാൻട്രി, ഡേ റൂം, ട്രോളി ബേ, അങ്ങനെയുള്ള സാധനങ്ങൾ. ഈ ഡേ റൂം എന്ന് പറഞ്ഞാല് ഈ പേഷ്യൻസിന്, ഈ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിന് അവർക്ക് ജസ്റ്റ് എപ്പോഴും ഈ ബെഡിൽ കിടക്കേണ്ടി വരും അല്ലെ. അവർക്ക് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടാവുള്ളൂ ആ ബെഡിനോട് ചേർന്ന്. വാർഡുകളിൽ ഒരു കസേരയും ഒരു ബെഡും മാത്രമേ അവർക്ക് അവിടെ
യെല്ലോ ആയിട്ടുണ്ടായുള്ളൂ. അപ്പൊ എന്താണ് ഈ ഡേ റൂമിൽ ചെന്നിട്ട് കുറച്ചേരം അവർക്ക് ഇരിക്കാനോ എന്തെങ്കിലും ബുക്സുകൾ വായിക്കുന്നതിനോ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് ഡേ റൂം. പാൻട്രി എന്ന് പറഞ്ഞാല് എന്തെങ്കിലും പാത്രങ്ങളോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുന്ന സ്ഥലമാണ് പാൻട്രി. നെക്സ്റ്റ് ട്രോളി ബേ. ട്രോളി ബേ എന്ന് പറഞ്ഞാല് ട്രോളികളൊക്കെ ഇല്ലേ, വീൽ ചെയേഴ്സ് ട്രോളികളൊക്കെ സൂക്ഷിക്കുന്ന അവ ഇടാനായിട്ടുള്ള ഒരു സ്ഥലമാണ് ട്രോളി ബേ. നെക്സ്റ്റ് സാനിറ്ററി ഏരിയ. സാനിറ്ററി ഏരിയ എന്ന് പറഞ്ഞാല് ടോയ്ലറ്റ്സ്. പിന്നെ ഡേർട്ടി യൂട്ടിലിറ്റി എന്താണ്, നമുക്കറിയാം വാർഡിൽ കിടക്കുന്ന രോഗികൾ എന്തെങ്കിലും ഫുഡ് കഴിച്ച അതിന്റെ വേസ്റ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ ഇടാനൊക്കെ ഉള്ള എന്തെങ്കിലും ക്ലോത്തുകളോ വേണ്ടാത്ത സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഇടാനുള്ള ഡസ്റ്റ്ബിന്നും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമാണ് ഡേർട്ടി യൂട്ടിലിറ്റി. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുക്കാലോ. ഓക്കെ, ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് മാനേജ്മെന്റ് വാർഡ്. എന്താണ് ഒരു വാർഡില് ഗുഡ് മാനേജ്മെന്റില് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഉൾപ്പെടുന്നത് എന്നോ. ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. എന്താണ് ഒരു ഹോസ്പിറ്റലിലെ വാർഡിലെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പ്രോട്ടോകോൾസ് എന്താണ്, ഓരോ സ്ഥലങ്ങൾ എന്താണ് ഓരോ പോളിസീസ് ഉണ്ടാവും അല്ലെ, വാർഡിൽ ഉണ്ടാവും. നമുക്ക് ഇത് ഫാർമസി പഠിച്ചില്ലേ, ഫാർമസിയിലുണ്ട് പോളിസീസ്. അങ്ങനെയുള്ള വാർഡിലെ പോളിസീസുകളുടെയും പ്രോട്ടോകോളിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം വാർഡിലെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. എന്താണ് ഒരു വാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്തായാലും ഓരോ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തില് വാർഡിലെ പ്രവർത്തനങ്ങൾ ചെയ്യുക. രണ്ടാമത്തത് നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദി വാർഡ്. എന്താണ് ഒരു വാർഡില് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം അല്ലെ, ചുമതലകളെ കുറിച്ച് ഒരു വാർഡില് നിർവഹിക്കേണ്ട ചുമതലകളെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുക. എ പ്ലാനഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേ വർക്ക്. എന്താണ് ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ്, ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ദിവസം ആ വാർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ് അല്ലെ. എന്നാൽ മാത്രമാണ് അത് നല്ല ബെറ്റർ ആയിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ടൈമിങ്ങും ഓരോ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് അതിന്റെ കറക്റ്റ് ടൈമിങ്ങിൽ അവർക്ക് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ബിഗിനിങ് ദ ഡേ ഓൺ എ ടൈം. എന്താണ് ആ വാർഡിലെ പ്രവർത്തനം എപ്പോഴാണോ തുടങ്ങേണ്ടത് ആ സമയത്ത് തന്നെ പങ്ക്ച്വൽ ആയിട്ട് ആ സമയത്ത് തന്നെ ചെയ്യുക. അപ്പൊ എന്താണ് സ്കൂളാണെങ്കിൽ എത്ര മണിക്ക്, 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ, 10 മണിക്ക് 4 മണിക്ക് വിടും അല്ലെ. അതേപോലെ ഓഫീസ് ആണെങ്കിൽ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കറക്റ്റ് ആ ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ ഹോസ്പിറ്റൽ വാർഡിലെ പ്രവർത്തനം എപ്പോഴാണോ തുടങ്ങേണ്ടത് ആ സമയത്ത് തന്നെ തുടങ്ങുക. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ 6 മണിയാകുമ്പോഴേക്കിനല്ലേ അസിസ്റ്റ് വന്ന് വിളിക്കൂലേ, നമ്മ വാതിൽ മുട്ടി അവര് നമ്മുടെ ബി.പി നോക്കും, പനിയായിട്ട് കൊണ്ടുവന്നതാണെങ്കിൽ പനിയൊക്കെ ചെക്ക് ചെയ്ത് അല്ലെ ആ കറക്റ്റ് ഷാർട്ട് ടൈമിൽ തന്നെ അവരെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ബിഗിനിങ് ദ ഡേ ഓൺ എ ടൈം, ആ കറക്റ്റ് ടൈമിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുക. പ്രിവെന്റിങ് ഇന്റർപ്രിട്ടേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റുട്ടീൻ. എന്താണ് വാർഡിലെ ദിനചര്യകള് അവിടുത്തെ പ്രവർത്തനങ്ങള് ഡെയിലി റുട്ടീൻസ് ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമുക്കാണെങ്കിലും ഉണ്ടല്ലേ ഡെയിലി റുട്ടീൻസ് ഉണ്ടാവില്ലേ, രാവിലെ ഇത്ര മണിക്ക് എണീക്കുക, പല്ല് തേക്കുക, ഭക്ഷണം, അങ്ങനെ ഡെയിലി റുട്ടീൻസ് നമുക്കുണ്ട്. അതേപോലെ വാർഡിലെ ഡെയിലി റുട്ടീൻസിന് എന്തെങ്കിലും തടസ്സങ്ങൾ സംഭവിക്കുക. യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസീസ്. എന്താണ് വാർഡ് പോളിസികൾ നടപ്പാക്കുമ്പോൾ എന്താണ് ഡെമോക്രാറ്റിക് മെത്തേഡ് യൂസ് ചെയ്യുക. ഡെമോക്രാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാല് എല്ലാവരെയും കൂടി ആ വാർഡിലുള്ള എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പൊ സ്കൂളിലാണെങ്കിൽ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ക്ലാസ്സിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ എന്തെങ്കിലും ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും സെമിനാർ അവതരിപ്പിക്കും, എന്താ ഡെമോക്രാറ്റിക് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, എല്ലാവരെയും കൂടി നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു മെത്തേഡ്. അപ്പൊ വാർഡിലെ ഡെമോക്രാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിന് അവിടെ അസിസ്റ്റ് ചെയ്യുന്ന നഴ്സുമാര്, ഡോക്ടേഴ്സിന് അങ്ങനെ
എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാർഡ് പോളിസീസുകളായിരിക്കും നിർമ്മിക്കേണ്ടത്. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് എന്താണ്? പുതിയ സ്റ്റാഫ് മെമ്പേഴ്സ് വാർഡില് പുതിയ ഏതെങ്കിലും സ്റ്റാഫുകൾ വരികയാണെങ്കിൽ അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുനഃക്രമീകരണങ്ങള് പരിഷ്കരണങ്ങള് നടത്തുക. എന്താണ്? ചില ദിവസം 3 പേരെയായിരിക്കും ആ വാർഡിലെ വാർഡിലെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. ചിലപ്പോ എന്തെങ്കിലും പുതുതായിട്ട് ഒരാളെയും കൂടി വന്നു കഴിഞ്ഞാല് അവർക്ക് കൂടി ഡ്യൂട്ടീസ് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുക. ഇതാണ് ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. നെക്സ്റ്റ്, മെയിൻ്റനൻസ് ഓഫ് സൂട്ടബിൾ എൻവയോൺമെന്റ്. എന്താണ്? ഈ രോഗികൾക്കൊക്കെ എല്ലാവർക്കും കൂടിയുള്ള ഒരു സൂട്ടബിൾ നല്ല അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ എഫിഷ്യന്റ് വർക്ക്. എന്താണ്? വാർഡില് നല്ല രീതിയിലുള്ള കാര്യക്ഷമമായ വർക്കിന് വേണ്ടിയിട്ട് എന്താണ് എക്യുപ്മെന്റ്സും എന്തെങ്കിലും റിസോഴ്സസിന്റെ സപ്ലൈസ് ഒക്കെ വിതരണമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ്, ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്. എന്താണ്? ഇപ്പൊ ഡോക്ടറിന്റെ നിർദ്ദേശങ്ങൾ അതല്ലെങ്കിൽ നഴ്സിന്റെ നിർദ്ദേശങ്ങളൊക്കെ പേഷ്യന്റിന് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ കട്ട്, അതായത് നല്ല രീതിയിൽ അവർക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ എന്തായിരിക്കും? ഡോക്ടർക്ക് എന്തെങ്കിലും ഡോക്ടർ ആ പേഷ്യന്റിനെ നോക്കിയതിന് ശേഷം ഡോക്ടർ പറയില്ലേ, ഇന്ന മരുന്നുകൾ കഴിക്കണം, ഇന്ന സമയത്ത് കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റുകൾ ചെയ്യാനുണ്ടെന്നൊക്കെ അങ്ങനെയുള്ള അഡ്വൈസുകൾ കൊടുക്കും. അതിനെ കുറിച്ചൊക്കെ ഒരു കറക്റ്റ് ഇൻഫർമേഷൻ ആ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുക. ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സ്. എന്താണ്? ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള കൃത്യമായ ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുക. അവർക്ക് എന്ത് അസുഖമാണ്, അവർക്ക് എന്തൊക്കെ മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിനെ കുറിച്ചൊക്കെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുക. മെയിൻ്റെനൻസ് ഓഫ് ഹൈ മോറൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എന്താണ്? ഈ വാർഡിൽ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സിന്, ഓൾ സ്റ്റാഫ് മെമ്പേഴ്സിന് നല്ല മനോവീര്യം ഉണ്ടായിരിക്കണം. എന്താണ്? എങ്ങനെയാണ് ആ വാർഡിൽ എപ്പോഴും എന്ത് സിറ്റുവേഷൻ ആണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല അല്ലെ. ചില പേഷ്യൻസിന്റെ ലെവൽ മോശമാവാനും അത് പെട്ടെന്ന് തന്നെ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. ഈ ന്യൂറോയില് അതല്ലെങ്കിൽ ക്യാൻസർ പേഷ്യന്റിന് അങ്ങനെ എല്ലാവർക്കും അല്ലെ പെട്ടെന്ന് തന്നെ. അപ്പൊ എന്താണ്? ഈ സ്റ്റാഫിന് അധികം ഒരു മനോവീര്യം ഉണ്ടാവണം. അവർക്ക് ഇന്ന ട്രീറ്റ്മെന്റ് കൊടുക്കാം, അപ്പൊ തന്നെ ഡോക്ടറെ വിളിക്കുക, അവർക്ക് വേണ്ട കെയേഴ്സ് കൊടുക്കുക. പെട്ടെന്ന് പേടിച്ച് എന്ത് ചെയ്യും? അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഈ സ്റ്റാഫിന് കഴിയോ? ഇല്ല. അതുകൊണ്ട് തന്നെ വാർഡിലുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനൊക്കെ നല്ല മനോവീര്യം ഉണ്ടായിരിക്കണം. Establishment of good working relationship within the ward and with other associates. എന്താണ്? ഈ വാർഡും മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ, ഇപ്പൊ സ്കാനിങ് സെക്ഷൻ ആയിക്കോട്ടെ, എക്സ്റേ സെക്ഷൻ ആയിക്കോട്ടെ, ലാബ് ആയിക്കോട്ടെ, അങ്ങനെ അതർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. എന്താണ്? പ്രതിനിധി ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഓരോ ഇപ്പൊ എന്താണ്? ഇപ്പൊ ഒരു 4 സ്റ്റാഫ് നഴ്സുമാരുണ്ടാവും വാർഡിൽ, അങ്ങനെയാണെങ്കിൽ അതിനൊരു ഹെഡ് ഉണ്ടാവും അല്ലെ. അവരായിരിക്കും ആ ഉത്തരവാദിത്തങ്ങൾ, ആ വാർഡിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ആ പേഷ്യൻസിന് ആ നഴ്സുമാര് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. വെൽ പ്ലാനഡ് അസൈൻമെന്റ്. എന്താണ്? നന്നായി ആസൂത്രണം ചെയ്ത നിയമനം. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഓരോ അസൈൻമെന്റുകൾ, അതായത് മരുന്ന് കൊടുക്കുക, അവരുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, ഈ പേഷ്യൻസിന്റെ BP ചെക്ക് ചെയ്യുക, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനെ കുറിച്ചും വെൽ പ്ലാനഡ് ആയിരിക്കുക. വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ. എന്താണ്? ഓരോരുത്തർക്കും ഓരോ ഉദ്യോഗസ്ഥർക്കും ക്രമീകരിച്ച സമയം കൊടുക്കുക. ഇപ്പൊ ഡോക്ടേഴ്സ് വിസിറ്റിന് വരും അല്ലെ, രോഗികളെ ചെക്ക് ചെയ്യാനായിട്ട് ഓരോ വാർഡിനും. ഇപ്പൊ ഡോക്ടേഴ്സിനൊക്കെ ഓരോ സമയമുണ്ട്. ഇപ്പൊ ആരെങ്കിലും അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളോട് പറയാറില്ലേ, ഡോക്ടേഴ്സ് വിസിറ്റിന് 11 മണിക്കാണ് വരിക, അല്ലെങ്കിൽ 10:30 വന്ന് അവര് ടെസ്റ്റിന്റെ റിപ്പോർട്ടൊക്കെ നോക്കിയതിന് ശേഷമാണ് എന്തെങ്കിലും പറയുള്ളൂ എന്നൊക്കെ പറയാം. അതേപോലെ ഓരോ ഉദ്യോഗസ്ഥർക്കും ക്രമീകരിച്ച ടൈം കൊടുക്കുക. ഡെലിഗേഷൻ തന്നെ പ്രതിനിധി. ഡെലിഗേഷൻ പ്രതിനിധി. പിന്നെ ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. എന്താണ്? നല്ല രീതിയിലുള്ള അധ്യാപനവും മേൽനോട്ടവും. അപ്പൊ
ഹെഡ് നഴ്സിംഗിന്റെ ഹെഡ് ഉണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങളെ കുറിച്ചും ആ പേഷ്യന്റ് അവസ്ഥകളെ കുറിച്ചും അവർക്ക് കൊടുക്കുന്ന മരുന്നിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ ബാക്കിയുള്ള അവരുടെ അണ്ടറിലുള്ള സ്റ്റാഫുകൾക്ക് നഴ്സുമാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെന്താണ് അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോന്ന് എഫക്റ്റീവ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് എന്ത് ചെയ്യുക സൂപ്പർവിഷൻ മേൽനോട്ടം കൂടി വഹിക്കുക. ഇത് ക്ലിയർ ആയോ? പോളിസി ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ് എന്താണ് ഹോസ്പിറ്റൽ വാർഡിലെ പോളിസീസിനും അവിടുത്തെ നടപടിക്രമങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം പ്രവർത്തനങ്ങൾ വാർഡിലെ പ്രവർത്തനങ്ങൾ നടത്താൻ. നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദി വാർഡ് എന്താണ് വാർഡില് നിർവഹിക്കുന്ന ചുമതലകളെ കുറിച്ച് വാർഡിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുക. എ പ്ലാനഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേ വർക്ക് എന്താണ് ഓരോ ദിവസത്തെ വർക്കുകളെ കുറിച്ച് ഓരോ ദിവസവും ചെയ്യേണ്ട വാർഡിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക. ബിഗിനിങ് ദ ഡേ ഓൺ എ ടൈം എന്താണ് കറക്റ്റ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യേണ്ട വാർഡിലെ പ്രവർത്തനങ്ങൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ കറക്റ്റ് ടൈമിംഗിൽ സ്റ്റാർട്ട് ചെയ്യുക. പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റുട്ടീൻസ് വാർഡിലെ ദിനചര്യകള് വാർഡിലെ എല്ലാ ദിവസവും ചെയ്യുന്ന ഡെയിലി റുട്ടീൻസിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഇല്ലാതിരിക്കുക. ഒന്നുകൂടിയാണ് പറയുന്നത് ആദ്യം മുതൽ ഇപ്പൊ എവിടെ മുതലാ പറയണ്ടേ? നവ്യ ഫസ്റ്റ് മുതൽ പറയണോ? ഡെലിഗേഷൻ പ്രതിനിധി ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ് എന്താണ് ഹോസ്പിറ്റലിലെ വാർഡിലെ പോളിസികൾക്കും അവിടെ പദ്ധതികൾക്കും അവിടുത്തെ നടപടിക്രമങ്ങൾക്കൊക്കെ അനുസരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലേ ഓരോ പോളിസികൾക്കും പ്രോട്ടോകോൾസിനൊക്കെ അനുസരിച്ചായിരിക്കും ഇപ്പൊ ഫാർമസിയിൽ ഉണ്ടാകും ഓരോ പോളിസീസ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് ഹോസ്പിറ്റലിൽ ഉണ്ടാവും അങ്ങനെയുള്ള വാർഡിലെ പോളിസീസിന് പ്രോട്ടോകോൾസിന് അനുസരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുക. നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ് എന്താണ് വാർഡിലെ ചുമതലകളെ കുറിച്ച് ഒരു വാർഡിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുക. എ പ്ലാനഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക് എന്താണ് ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങള് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക. ബിഗിനിങ് ദ ഡേ ഓൺ എ ടൈം എന്താണ് എപ്പോഴാണ് വാർഡിലെ പ്രവർത്തനം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ കറക്റ്റ് ടൈമിൽ തന്നെ തുടങ്ങുക. പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റുട്ടീൻ എന്താണ് വാർഡിലെ ദിനചര്യകള് ഡെയിലി റുട്ടീൻസിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക. യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസീസുകള് വാർഡിലെ പദ്ധതികൾ കൊണ്ടുവരുമ്പോ ഡെമോക്രാറ്റിക് മെത്തേഡ് അതായത് വാർഡിലുള്ള എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പദ്ധതികൾ കൊണ്ടുവരിക. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് പുതിയ സ്റ്റാഫുകൾ വരുന്നതിനനുസരിച്ചുള്ള പരിഷ്കരണങ്ങൾ അവരെയും കൂടി ഉൾപ്പെടുത്തിയങ്ങാണ്ട് വർക്കുകള് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. മെയിൻ്റെനൻസ് ഓഫ് സൂട്ടബിൾ എൻവയോൺമെന്റ് എന്താണ് നല്ല സൂട്ടബിൾ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം. പേഷ്യൻസിന് ഭയങ്കര സൗണ്ടുകളോ നോയ്സ് ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കൂലേ ഭയങ്കര എന്തെങ്കിലും അസുഖങ്ങളായിട്ടായിരിക്കില്ലേ വരുന്നത് അപ്പൊ അവർക്ക് ഭയങ്കര സൗണ്ടുകൾ കേൾക്കുക അങ്ങനെയൊന്നും ഇല്ലാണ്ട് സൂട്ടബിൾ എൻവയോൺമെന്റ് ആയിരിക്കുക. പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ എഫിഷ്യന്റ് വർക്ക് എന്താണ് വാർഡിലെ നല്ല രീതിയിലുള്ള കാര്യക്ഷമമായ വർക്കിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസും എക്യുപ്മെന്റ്സ് ഒക്കെ ഉറപ്പുവരുത്തുക. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡർ നഴ്സുമാരെയായാലും ഡോക്ടർമാരെയായാലും നിർദ്ദേശങ്ങള് നല്ല രീതിയിൽ ആ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുക. ആക്യുറേറ്റ് റെക്കോർഡ്സ് ഫുൾ റിപ്പോർട്ട്സ് എന്താണ് ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള ആക്യുറേറ്റ് കാര്യക്ഷമമായ അല്ലെങ്കിൽ കൃത്യമായ റെക്കോർഡ് സൂക്ഷിക്കുക. എന്താണ് അവരുപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ച് അവർക്ക് എന്ത് അസുഖമാണ് അവർക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ കാര്യങ്ങളെല്ലാം ആക്യുറേറ്റ് ആയിട്ട് സൂക്ഷിക്കുക.
മെയിൻ്റെനൻസ് ഓഫ് ഹൈ മോറൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എന്താണ് ഈ വാർഡില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ഒരു നല്ല മനോവീര്യം ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, ഹാർട്ട് പേഷ്യൻസ് ആണ് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് അവർക്ക് നെഞ്ചിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാല് അവർക്ക് എന്താ ചെയ്യേണ്ടത്? CPR കൊടുക്കണമെങ്കിൽ അതിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് അറ്റ് ദ സ്പോട്ടിൽ ചെയ്യേണ്ടത്, എന്താണ് അവർക്ക് നല്ല അതിനെ കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരിക്കണം അല്ലെ, അവർക്ക് നല്ലൊരു പക്വത ഉണ്ടായിരിക്കണം, മനോവീര്യം, നല്ല ധൈര്യം ഉണ്ടായിരിക്കണം അല്ലെ. അതിൽ ആ പേഷ്യന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കാനാണ് സ്റ്റാഫ് തളർന്നു പോയാൽ എന്ത് ചെയ്യും? ചിലപ്പോ അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് ആ സമയത്ത് കറക്റ്റ് ടൈമിൽ കൊടുക്കാൻ പറ്റാതെ വരും അല്ലെ. അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല മോറൽ, ഹൈ മോറൽ ഉള്ള സ്റ്റാഫുകളായിരിക്കുക. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ വാർഡ് ആൻഡ് വിത്ത് അതർ അസോസിയേറ്റ്സ്. എന്താണ് വാർഡും മറ്റ് ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്, മറ്റ് അസോസിയേറ്റ്സ് എന്താണ് ലബോറട്ടറി, സ്കാനിങ് സെക്ഷൻ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. എന്താണ് വാർഡിലെ പേഷ്യൻസിനെ ചിലപ്പോൾ സ്കാൻ ചെയ്യണമെങ്കിൽ അവിടേക്ക് വിളിച്ച് പറഞ്ഞ് അവിടെ എന്തെങ്കിലുള്ള ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക. അതെങ്കിൽ ലാബില് അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളാണെങ്കിൽ ചില ഹോസ്പിറ്റലിൽ വാർഡിലേക്ക് എന്ത് ചെയ്യും? ലാബിൽ ആളുകൾ വന്ന് അവരെന്നെ സാമ്പിൾ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യലേ. അങ്ങനെ അതുപോലെ ഒരു നല്ല വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. എന്താണ് പ്രതിനിധി ഉത്തരവാദിത്തം അല്ലെ. ഓരോ വർക്കുകൾ ഇപ്പൊ നഴ്സുമാരാണെങ്കിൽ അവർക്കൊരു ഹെഡ് ഉണ്ടാവും, അവരായിരിക്കും അല്ലെ അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസിനെ കുറിച്ച്, റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ബാക്കിയുള്ള നഴ്സുമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. വെൽ പ്ലാനഡ് അസൈൻമെന്റ്. എന്താണ് നല്ലോണം ആസൂത്രണം ചെയ്ത അസൈൻമെന്റുകൾ. എന്താണ് വാർഡിൽ അസൈൻമെന്റുകൾ എന്തായിരിക്കും? മരുന്ന് കൊടുക്കുക, അവരെ BP ടെസ്റ്റ് ചെയ്യുക, ഷുഗർ ടെസ്റ്റ് ചെയ്യുക അല്ലെ, അങ്ങനെയുള്ള ട്രിപ്പ് ഇടുക, അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ നല്ലോണം നല്ല പ്ലാനിലായിരിക്കുക. വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ. എന്താണ് ഓരോ ഉദ്യോഗസ്ഥർക്കും ക്രമീകരിച്ച് സമയം കൊടുക്കുക. ഇപ്പൊ എന്താണ് ഡോക്ടേഴ്സ് അല്ലെ, ഹോസ്പിറ്റലിൽ വരുന്ന ഡോക്ടേഴ്സിന് അവർക്ക് വിസിറ്റിംഗ് ടൈം ഒക്കെ ഉണ്ട് അല്ലെ. ആ സമയത്ത് വന്നാണ് അവര് രോഗിനെ വാർഡിലെ റൂമിലൊക്കെ വന്ന് രോഗിനെ ചെക്ക് ചെയ്യുന്നത്. അതേപോലെ എന്താണ് നഴ്സുമാർക്ക് മരുന്നുകൾ കൊടുക്കാൻ അല്ലെ, അതിന് സമയമുണ്ട്. അതേപോലെ വെൽ അറേഞ്ച്ഡ് ടൈം ആയിരിക്കുക. ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. നല്ല രീതിയിലുള്ള അധ്യാപനവും സൂപ്പർവിഷനും മേൽനോട്ടവും വഹിക്കുക. ക്ലിയർ ആയോ? എന്താ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. ക്ലിയർ ആയി? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് എടുക്കട്ടെ. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് എടുത്തോട്ടെ. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ചാപ്റ്ററിന്റെ നമ്പറാ. ചാപ്റ്റർ നമ്പർ 10 ഹോസ്പിറ്റൽ വാർഡ്. നോക്കിയേ, ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി. സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസ്. നമുക്ക് 5 ദിവസമൊക്കെ പറഞ്ഞല്ലേ ക്ലർക്കിന്റെ ഡ്യൂട്ടീസ് എന്തായിരിക്കും? ഫയലുകള്. അപ്പൊ വാർഡിലെ ഫയലുകൾ എന്തായിരിക്കും? മെഡിക്കൽ റിപ്പോർട്ട്സുകൾ അല്ലെ, അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകളൊക്കെ ആയിരിക്കും. റെക്കോർഡ്സുകൾ അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സ്, അവരുടെ പ്രിസ്ക്രിപ്ഷൻ ചാർട്ടുകൾ, അങ്ങനെയുള്ളതൊക്കെ നോക്കാൻ എന്തൊക്കെയാണ്? കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. എന്താണ് കൃത്യമായി നിർബന്ധിതമായി ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ ചാർട്ടുകളും അവരുടെ റിപ്പോർട്ട്സുകളും, പിന്നെ ലാബ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്, സ്കാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്, അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ടുകളും സൂക്ഷിക്കുക. Customers needs assessment meeting quality standard for services and evaluation of customer satisfaction. എന്താണ് കസ്റ്റമറുടെ നീഡ്സ് അസസ്മെന്റ്? എന്താണ് അവർക്ക് എന്തെങ്കിലും കസ്റ്റമർക്ക് എന്തെങ്കിലും
ആവശ്യങ്ങളുണ്ടെങ്കിൽ നീഡ്സ് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുക. മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസ് എന്താണ് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഗുണനിലവാരമുള്ള സർവീസസ് സേവനങ്ങൾ അവർക്ക് കൊടുക്കുക. ആൻഡ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്താണ് ഒരു കസ്റ്റമറുടെ പൂർണ്ണ തൃപ്തി എന്താണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒരു കസ്റ്റമറുടെ തൃപ്തി വിലയിരുത്തുക. അവർക്ക് എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടോ, ഒരു നഴ്സിന്റെ കെയർസ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടോ, ഒരു ഡോക്ടർ അവര് നല്ല രീതിയിൽ അവരെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക വിലയിരുത്തുക. നെക്സ്റ്റ് provide support to health care staff and ensure appropriate maintenance of patient care unit എന്താണ് ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫിനും പിന്നെന്താണ് പേഷ്യന്റ് കെയർ യൂണിറ്റ്സിനൊക്കെ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുക. അവർക്കൊക്കെ ഒരു സപ്പോർട്ടിങ് കൊടുക്കുക ഈ മെഡിക്കൽ ക്ലർക്ക്. അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക് എന്താണ് എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്താണ് നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയ സംവിധാനം. ഇപ്പൊ പേഷ്യന്റിനായിട്ടായിക്കോട്ടെ അതല്ലെങ്കിൽ ഡോക്ടേഴ്സിനായിട്ട് അല്ലെങ്കിൽ നഴ്സുമാരായിട്ട് എന്താണ് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ആശയവിനിമയം ഉണ്ടായിരിക്കുക. ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക് എന്താണ് ഒരു വാർഡിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുക? നമുക്ക് റോഡിലെ ട്രാഫിക് ആണെങ്കിൽ വണ്ടികളുടെ തിരക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ. ഒരു ഹോസ്പിറ്റൽ വാർഡിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വിസിറ്റേഴ്സിന്റെ ക്രൗഡ് ആയിരിക്കും അല്ലെ, വിസിറ്റേഴ്സ് വരുന്നതായിരിക്കും. അപ്പൊ എന്താണ് അങ്ങനെയൊന്നും ഇല്ലാണ്ട് പേഷ്യന്റിന്റെ ഫ്ലോ, പേഷ്യന്റ് ഒരുപാട് പേരെ അറ്റ് ദ സെയിം ടൈമിൽ ഒരുപാട് പേരെ കടത്തി വിടാണ്ട് അതിനുള്ള ടൈമിംഗ് ഒക്കെ കൊടുത്ത് കുറച്ച് പേരൊക്കെ വെച്ച് കടത്തി വിടുക. അങ്ങനെ അത് എന്താണ് വിസിറ്റേഴ്സിന്റെ ഫ്ലോ നിയന്ത്രിക്കുക. Provide support to health care staff and ensure appropriate maintenance of patient care units എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഒരു സപ്പോർട്ടിംഗ് അസിസ്റ്റന്റ് ആയിട്ട് അവർക്ക് ഒരു ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് അതല്ല എന്താണ് പേഷ്യന്റ് കെയർ യൂണിറ്റ്സിലേക്കുള്ള അപ്രോപ്രിയേറ്റ് മെയിൻ്റെനൻസ് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുക. ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫായി പ്രവർത്തിക്കുക. Provide assistance to all nurses and ensure appropriate cleanliness of all units എന്താണ് നഴ്സസിന് ഇപ്പൊ വാർഡില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നഴ്സിന് ഒരു അസിസ്റ്റൻസ് ആയിട്ട് അവർക്ക് എല്ലാത്തിനും ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാവുക. അതുകൂടാണ്ട് എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ എന്താണ് ഹോസ്പിറ്റൽ വാർഡ്സിലെ യൂണിറ്റ്സുകൾ എന്തൊക്കെയാണെന്നല്ലേ എന്താണ് പേഷ്യന്റിന്റെ സ്പേസ് ഉണ്ട്, നഴ്സിംഗ് സ്പേസ് ഉണ്ട്, കോറിഡോർസ് ഉണ്ട്, അതേപോലെ എന്ത് പറഞ്ഞ ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ, സാനിറ്ററി ഏരിയ, അങ്ങനെ ഒരുപാട് ഏരിയാസ് പറഞ്ഞില്ലേ. അവിടെയൊക്കെ എന്താണ് നല്ല വൃത്തിയുണ്ടോ അല്ലെ ക്ലീൻ ആണോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ ഈ 5 പോയിന്റ്? ഈ 5 പോയിന്റ് ക്ലിയർ ആയോ? മൂന്നാമത്തത് പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് എൻഷുർ അപ്രോപ്രിയേറ്റ് മെയിൻ്റെനൻസ് ഓഫ് പേഷ്യന്റ് കെയർ യൂണിറ്റ്സ്. ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ ഒരു സപ്പോർട്ടായിട്ട് അവരൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ട് ഇപ്പൊ ഹെൽത്ത് കെയർ സ്റ്റാഫ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച എന്താണ് പേഷ്യന്റിന്റെ BP ചെക്ക് ചെയ്യുക, ടെമ്പറേച്ചർ നോക്കുക, അങ്ങനെയൊക്കെ ഉള്ള ആളുകളായിരിക്കും. അവരെ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് അതല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുക. ആൻഡ് എൻഷുർ അപ്രോപ്രിയേറ്റ് മെയിൻ്റെനൻസ് ഓഫ് പേഷ്യന്റ് കെയർ യൂണിറ്റ്സിലേക്ക് ആവശ്യമായ സാധനങ്ങളും എക്യുപ്മെന്റ്സുകളും ഒക്കെ ഉണ്ടെന്ന് എന്ത് ചെയ്യുക ഉറപ്പുവരുത്തുക. അപ്പൊ ബാക്കി ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും ഭാഗം ക്ലിയർ ആയോ? Yes, ma'am. Okay, thank you. Yes, ma'am. Thank you, ma'am.